ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ചെറുപയർ പരിപ്പും മുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സുൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. 1 മിനിറ്റ് നേരം വരേക്കും ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു ചെറുപയർ പരിപ്പ് നല്ല പോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായി ചൂടായാലേ അങ്ങനെ പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു ഏകദേശം 1 മിനിറ്റ് നേരം വരെ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കണമെന്നില്ല, വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതല്ല ഇതിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 സെക്കൻഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് കൂടിയിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ വ്യത്യാസം വരും. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂട് പരുവത്തിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ഇത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു നല്ല മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അരക്കപ്പ് അളവിലുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തു. ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് പ്രത്യേക ഒരു മണവും പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂൺ അളവിൽ. ഇനി ഒരു 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഒഴിച്ചെടുക്കണമെന്നുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു ചെറുപയർ പരിപ്പ് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ടൊന്നുമല്ല ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഒരു പുട്ടുപൊടിയുടെയൊക്കെ ആ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. അപ്പോഴേക്ക് ഇതൊന്നുകൂടി നന്നായിട്ട് ടൈറ്റായിട്ട് വരും, ഈ പരിപ്പൊക്കെ നല്ല പോലെ കുതിർന്നിട്ട്. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ട്രേയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ കറി ബൗളിലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിതുപോലെ പേപ്പർ ഗ്ലാസ്സിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് നിറയെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഓരോ കയ്യിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെയും ഇഡ്ഡലിയുടെ ഒക്കെ ആ ഒരു ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം അതിൽ അരിപ്പത്തട്ട് ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലേക്കാണ് ഈ ഒരു കപ്പുകൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഒരു 20-25 മിനിറ്റ് ആയപ്പോഴേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം നനച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പീക്ക് നനച്ചിട്ടോ ഒന്ന് കുത്തി കൊടുത്ത് നോക്കാവുന്നതാണ്. അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം ഈ ഒരു കവറൊന്ന് അടർത്തി മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടിയപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ എല്ലാം വെട്ടി ഇതുപോലെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇളകി വരും. അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ ഗ്ലാസ്സിൽ നെയ്യ് സ്പ്രെഡാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു മണമൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതുപോലെ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം 3ആയിട്ടും 2ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനിയൊന്ന് ട്രൈ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.